ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ബി എഡ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്ററിലെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നതിൽ കുറച്ച് ഭാഗം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ്, രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയിലും തമിഴ്നാട്ടിലുമുള്ള ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് ഇന്ത്യയിലെ ചരിത്രം പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ചൈൽഡ് റൈറ്റ്സ് ഉണ്ടായിരുന്നത് എന്ന് പറയൽ അത്യാവശ്യമാണ്. അപ്പം ആദ്യം നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മാറി വരുന്ന സാമൂഹിക മാനദണ്ഡങ്ങൾ, അതുപോലെ കോളനിവൽക്കരണം, അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള ഓരോ ആചാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ വളരെ സങ്കീർണമായ ഒരു കാര്യമായിരുന്നു ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളത്. പുരാതന ഗ്രന്ഥമായിട്ടുള്ള മനുസ്മൃതിയിലൊക്കെ കുട്ടികളെ എങ്ങനെ വളർത്തേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരു മധ്യകാലഘട്ടത്തിൽ ഈ കുട്ടികളെ നേരെ വളർത്തുന്നതിൽ കുറെ വീഴ്ചകൾ വരുത്തുന്നതായിട്ട്, ഈ ജാതി വ്യവസ്ഥയ്ക്ക് കാരണം കുട്ടികളുടെ റൈറ്റ്സിൽ കുറെ വീഴ്ചകൾ വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചൈൽഡ് മാരേജ്, അതുപോലെ ചൈൽഡ് ലേബർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അസമത്വങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ 10ാം നൂറ്റാണ്ടിൽ ഇതിനെതിരെയുള്ള കുറെ റിഫോംസുകൾ രൂപപ്പെടുന്നതായിട്ട്, ഓരോ മൂവ്മെന്റ്സുകൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്ത്യയിൽ ഒരു നല്ല രീതിയിലുള്ള നിയമനിർമ്മാണം ഉണ്ടായിട്ട് പോലും, ഇപ്പോൾ ചൈൽഡ് ലേബറിനെതിരെയും അതുപോലെ എഡ്യൂക്കേഷൻ വേണമെന്നുള്ള രൂപത്തിലൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെല്ലാം നടപ്പിൽ വരുത്തുന്നതിലുള്ള വീഴ്ചകൾ കാരണം ഇതൊക്കെ ഈ ചൈൽഡ് റൈറ്റ്സ് ഒക്കെ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ചൈൽഡ് റൈറ്റ്സുകൾ ഒന്നുകൂടി കൂടുതൽ ശക്തമാവുന്നതിന് ഇത് കാരണമാവുകയുണ്ടായി. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ചൈൽഡ് റൈറ്റ്സിന്റെ അവസ്ഥ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കുട്ടികളുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഈക്വാലിറ്റി, അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കുക തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ 1974 ചിൽഡ്രൻ വെൽഫെയറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നാഷണൽ പോളിസി ഓഫ് ചിൽഡ്രൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ 2009 ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നു. അതനുസരിച്ച് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുകയുണ്ടായി. അതൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം പുരോഗതി വരുത്തുകയുണ്ടായി. അതുപോലെ 1975 യുവജനങ്ങളുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി ദ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് പ്രോഗ്രാം തുടങ്ങുകയും ചെയ്തു. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് 1986 വന്ന ദ ജുവലിൻ ജസ്റ്റിസ് ആക്ട് ആണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരെന്തെങ്കിലും നിയമത്തിനെതിരെ കാണിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നതിലുപരി അവർക്ക് സംരക്ഷണം ഒരുക്കുക, അവർക്കുള്ള പുനരധിവാസം നടപ്പിലാക്കുക എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള നിയമമായിരുന്നു ഇത്. അതുപോലെ ചൈൽഡ് ലേബർ ആക്ട്, അതിൽ പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള നിയമമായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായി പറയാൻ പോകുന്നത് നമ്മുടെ ചൈൽഡ് റൈറ്റ്സിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ സഹായിച്ച ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ്. 2009 വന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതുപോലെ സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലും അതുപോലെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ഗവൺമെന്റേതര സംഘടനകളെ കുറിച്ചാണ്. ആദ്യമായി തമിഴ്നാട് ചൈൽഡ് റൈറ്റ്സ് വാച്ച്, TNCRW എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ സംരക്ഷണത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന
ഒരു ഗവൺമെന്റേതര സംഘടനയാണ് TNCRW. ഈ സംഘടനയുടെ പ്രവർത്തനം അവർ ഓരോ ഏരിയയിൽ പോയിട്ട് അവിടെയുള്ള അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും അതിനുള്ള പരിഹാരം കണ്ടെത്തുകയുമാണ് ചെയ്തിരുന്നത്. അടുത്തൊരു സംഘടനയാണ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ക്രൈ എന്ന് പറയുന്ന ഈ സംഘടന. ഈ സംഘടനയുടെ ലക്ഷ്യം ചൈൽഡ് ലേബർ ഇല്ലാതാക്കുക, അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ വരുന്ന വീഴ്ചകൾ, അതുപോലെ അവരുടെ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലുള്ള വീഴ്ചകളൊക്കെ പരിഹരിക്കുക എന്നതായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ കുട്ടികളെയും അതുപോലെ അവരുടെ പാരൻസ്, അവരുടെ ടീച്ചേഴ്സ്, അംഗനവാടി വർക്കേഴ്സ്, അവിടുത്തെ ആ നാട്ടിലത്തെ കമ്മ്യൂണിറ്റികൾ, അതുപോലെ ജില്ലാ ഭരണകൂടം, സംസ്ഥാന ഭരണകൂടം ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ, അവർക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ, അതുപോലെ ചൈൽഡ് ലേബറിൽ നിന്നുള്ള സംരക്ഷണം, ചൈൽഡ് മാരേജിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. അവർ ഇന്ത്യയിൽ 19 സംസ്ഥാനങ്ങളിലായിക്കൊണ്ട് കഴിഞ്ഞ 42 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിലായിക്കൊണ്ട് 3 മില്യണോളം കുട്ടികൾക്കും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഭാരതി ട്രസ്റ്റാണ്. ഇത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, തമിഴ്നാട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഭാരതി ട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇനി ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനകളായിരുന്നു. ഇനി പറയുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റേതര സംഘടനകൾ, ചൈൽഡ് റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റേതര സംഘടനകളെ കുറിച്ചാണ്. ഒന്നാമത്തേത് സ്മൈൽ ഫൗണ്ടേഷൻ. 2002 ഡൽഹിയിൽ നിലവിൽ വന്ന ഒരു സംഘടനയാണ് സ്മൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിദ്യാഭ്യാസത്തിൽ വീഴ്ച വരുത്തുന്ന, അതായത് വിദ്യാഭ്യാസം നേരെ പോലെ കിട്ടാത്ത കുട്ടികളെ സഹായിക്കുക. ഇവര് ഓരോ വർഷവും 15ഓളം ഫാമിലികളെ ഓരോ വർഷവും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിലായിക്കൊണ്ട് 2000 ഉൾഗ്രാമങ്ങളിൽ ഇവരുടെ പ്രവർത്തനം നടത്തി വരുന്നു. അടുത്ത ഒരു സംഘടനയാണ് സേവ് ദ ചിൽഡ്രൻ. ഇത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഈ സംഘടന ചൈൽഡ് റൈറ്റ്സിനെ മുൻനിർത്തിക്കൊണ്ട്, അതായത് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യ സംരക്ഷണം, ചൂഷണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ വല്ല ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിചരണം, അതിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സേവ് ദ ചിൽഡ്രൻ എന്ന് പറയുന്ന സംഘടന. അടുത്തത് പ്ലാൻ ഇന്ത്യ എന്ന സംഘടന. അതൊരു അന്താരാഷ്ട്ര സംഘടനയാണ്. അവരുടെ ലക്ഷ്യം ജെൻഡർ ഈക്വാലിറ്റി നിലനിർത്തുക എന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായിക്കൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഇവർ എഡ്യൂക്കേഷൻ, അവരുടെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി വ്യത്യസ്ത തരം പരിപാടികൾ നടത്തി വരുന്നു. അത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ്. ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ചൈൽഡ് ലേബർ, അതുപോലെ ചൈൽഡ് ട്രാഫിക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതെയാക്കുക എന്നതാണ്. പിന്നെ വല്ല ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കുട്ടികളെ റെസ്ക്യൂ ചെയ്യുക, ആ റെസ്ക്യൂ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള പുനരധിവാസം സാധ്യമാക്കുക, അതുപോലെ കുട്ടികൾക്ക് ഫേവറായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന. അടുത്തത് പ്രധാം എന്ന് പറയുന്ന സംഘടനയാണ്. അത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രധാം എന്ന് പറയുന്ന സംഘടന. ഇവർ നൂതനമായിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടികൾ, അതുപോലെ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് നടത്തുക വഴി കുട്ടികളുടെ വിദ്യാഭ്യാസം അതിന് പുരോഗതി വരുത്തുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്ത് പറയാൻ പോകുന്നത് ഈ ചൈൽഡ് റൈറ്റ്സിന്റെ ആവശ്യകത, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെയാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചൈൽഡ് റൈറ്റ്സിന്റെ ആവശ്യകത എന്താണ്? ഒന്നാമത് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഈക്വാലിറ്റി എന്നതാണ്. 2 ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്. 3 എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. 3 പ്രിവെൻഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. 4 ബിൽഡിംഗ് റെസ്പോൺസിബിൾ സിറ്റിസൺസ്. 5
ബ്രേക്കിംഗ് ദ സൈക്കിൾ ഓഫ് പോവർട്ടി. ഇതൊക്കെയാണ് എന്തിനാണ് ചൈൽഡ് റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ദ മില്ലീനിയം ഡെവലപ്മെന്റ് ഗോൾസ്. എന്താണ് മില്ലീനിയം ഡെവലപ്മെന്റ് ഗോൾസ്? 2000 യുണൈറ്റഡ് നേഷൻസ് നടത്തിയ മില്ലീനിയം സബ്മിറ്റിൽ കുറച്ച് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. അതാണ് മില്ലീനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ ലക്ഷ്യം ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, ദാരിദ്ര്യം, വിശപ്പ്, അതുപോലെ ജെൻഡർ ഈക്വാലിറ്റി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആഗോള പ്രശ്നങ്ങൾക്ക് ഒരു 2015 ആകുമ്പോഴേക്ക് പരിഹാരം കാണുക എന്ന രൂപത്തിൽ കുറച്ച് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. അതാണ് മില്ലീനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ഈ MGDയിൽ വ്യത്യസ്ത രൂപത്തിൽ ചൈൽഡ് റൈറ്റ്സിന്റെ ഇംപ്ലിക്കേഷനും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. അങ്ങേയറ്റം നമുക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന, അതുപോലെ വിശപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതെയാക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം ജെൻഡർ ഈക്വാലിറ്റി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഈക്വൽ ആയിട്ടുള്ള അവസരം നൽകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഗോൾ ചൈൽഡ് മോർട്ടാലിറ്റി, ശിശു മരണ നിരക്ക് കുറക്കുക എന്നതാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുത്തിവയ്പ്പുകൾ നടത്തുക, അതുപോലെ അവർക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ അതെന്തൊക്കെയാണോ അതെല്ലാം നടപ്പിൽ വരുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നാലാമത്തെ ലക്ഷ്യം. അഞ്ചാമത്തെ ലക്ഷ്യം മെറ്റേണൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ പ്രഗ്നൻസി നല്ല രീതിയിൽ വളർത്തുക വഴി കുട്ടികൾക്ക് നല്ല രൂപത്തിലുള്ള ജന്മം നൽകുക, അതുവഴി നല്ലൊരു ഫാമിലി വെൽബീയിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അഞ്ചാമത്തെ ലക്ഷ്യം. ആറാമത്തെ ലക്ഷ്യം HIV, അതുപോലെ എയ്ഡ്സ്, മലേറിയ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളെ എതിർക്കുക, അതിനോടൊക്കെ യുദ്ധം ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ബാധിക്കുന്നതായിട്ടുള്ള മാരകമായ അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, കുത്തിവയ്പ്പുകൾ നടത്തുക എന്നതാണ്. എട്ടാമത്തെ ലക്ഷ്യം ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. അതായത് ആഗോള പ്രശ്നങ്ങൾ, ഓരോ രാജ്യത്തും നടക്കുന്ന പ്രശ്നങ്ങൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുക, അങ്ങനെ രാജ്യങ്ങൾ കൂട്ടായ രീതിയിൽ പ്രവർത്തിക്കുക വഴി അതിനെല്ലാം പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും കൊളാബറേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നതാണ്. ഇത് 2015 യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വെച്ച 17ഓളം ഗോൾസുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നറിയപ്പെടുന്നത്. ഇവർ ഈ 2015 2030 ആകുമ്പോഴേക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന രൂപത്തിൽ ഒരു 17 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. അപ്പൊ ഈ ലക്ഷ്യങ്ങളിൽ ചില ലക്ഷ്യങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ടോ ചൈൽഡ് റൈറ്റ്സിനെ ബാധിക്കുന്ന, അതായത് ചൈൽഡ് റൈറ്റ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം നോ പോവർട്ടി, ദാരിദ്ര്യമില്ലാതാക്കുക. രണ്ടാമത്തെ ഗോള് സീറോ ഹങ്കർ. മൂന്നാമത്തെ ഗോള് നല്ല ആരോഗ്യം, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നാലാമത്തെ ഗോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. 5 ജെൻഡർ ഈക്വാലിറ്റി. 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. 10 റെഡ്യൂസ് ഇനീക്വാലിറ്റീസ്. 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 17ാമത്തെ ഗോൾ പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇതൊക്കെ ഈ കുട്ടികളെ, ചൈൽഡ് റൈറ്റ്സിനെ ഹോൾഡ് ചെയ്യുന്ന നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഗോൾസുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.